ഹലോ ഗൈസേ, ചിന്നിപ്പപ്പുവിൻ്റെ മരണം അത് ആത്മഹത്യയാണെന്ന് ആളുകൾ പറയുന്നുണ്ട്, കൊലപാതകമാണെന്ന് ആളുകൾ പറയുന്നുണ്ട്. ഗൈസ്, ഇവിടെ ആത്മഹത്യയാണെങ്കിൽ തന്നെ അതിലുള്ള കാരണം എന്നുള്ള രീതിയിൽ ആളുകൾ പലതിങ്ങനെ പറയുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, സോഷ്യൽ മീഡിയ കണ്ടൻറ് ക്രിയേറ്ററായിട്ടുള്ള അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള 2 ലക്ഷത്തിൽ കൂടുതൽ ഫോളോവേഴ്സൊക്കെ ഉള്ള ഇൻസ്റ്റഗ്രാമിലുള്ള വ്യക്തിയാണ് ചിന്നുപാപ്പു. അപ്പോൾ ആളുകൾ പലരും ഇങ്ങനെ കമൻറ്റ് ചെയ്യലും പരിപാടികളും ഒക്കെ ഉണ്ടായിരിക്കും. അവരുടെ മരണം എന്ന് പറയുന്നത് 24 വയസ്സ് മാത്രമുള്ള ചിന്നുപാപ്പുവിൻ്റെ മരണം എന്ന് പറയുന്നത് നമുക്ക് വലിയ രീതിയിൽ ഷോക്കാണ് അല്ലേ. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതിൻ്റെ അപ്ഡേറ്റ്സ് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിന്നുപാപ്പുവിൻ്റെ ഇപ്പോൾ ആത്മഹത്യയാണെങ്കിൽ അപ്പോൾ അവർ സംഭവം വാടക വീട്ടിലാണ് ചിന്നുപാപ്പു താമസം ഉണ്ടായിരുന്നത്. ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ അവർ ഡിവോഴ്സ്ഡ് ആണ്. ബോയ് ഫ്രണ്ടിൻ്റെ കൂടെയാണ്. ആ ഡിവോഴ്സ്ഡ് ആണെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഒരു കുറച്ച് ദിവസം മുമ്പ് ആ ചെങ്ങായി, അതായത് ആ കെട്ടിയോനില്ലേ, കെട്ടിയോൻ എന്ത് ചെയ്തു, ഇവർ പ്രേമിച്ച് കെട്ടിയത് എന്തോണ് അല്ലേ, ആദ്യത്തെ കെട്ടിയോനായിട്ട്. അപ്പോൾ അവർ ഡിവോഴ്സ്ഡ് ആയി. ആ ചെങ്ങായി വേറൊരു പെണ്ണിൻ്റെ കൂടെ വേറെ കല്യാണം കഴിഞ്ഞിട്ടുള്ള 20 വയസ്സുള്ളൊരു പെണ്ണിൻ്റെ കൂടെ ആണ് താമസം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഗതിയൊക്കെ വരുന്നുണ്ട് കേസ്. അപ്പോൾ ഇവിടെ പറഞ്ഞു തന്നത്, ചിന്നുപാപ്പു എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിന്നുപാപ്പു വാടക വീട്ടിൽ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെയാണ് താമസം. 4 വയസ്സുള്ള കൊച്ചാണുള്ളത്. കൊച്ച് ചിന്നുപാപ്പുവിൻ്റെ കൂടെയാണ് താമസം. പിന്നെ അതുപോലെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, അവരൊക്കെ ഇടയ്ക്ക് വന്ന് നോക്കും. ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ. അപ്പോൾ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് ചിന്നുപാപ്പുവിൻ്റെ അച്ഛൻ പറയുന്നത്. വീട്ടിൽ നല്ല സമാധാനമുള്ള ഒരു അന്തരീക്ഷമാണെന്നാണ്. ചിന്നുപാപ്പുവിൻ്റെ ബോയ് ഫ്രണ്ടായിട്ട് നിരന്തരം കുറച്ച് ദിവസമായിട്ട് കലഹമായിരുന്നു എന്ന് സമീപവാസികൾ പറയുന്നുണ്ട്. അവരിപ്പോഴും കച്ചറയാണെന്ന്. അപ്പോൾ ആ കച്ചറ കൊണ്ടായിരിക്കാം ചിന്നുപാപ്പു ആത്മഹത്യ ചെയ്തത് എന്നാണ് ചിന്നുപാപ്പുവിൻ്റെ അച്ഛൻ പറയുന്നത്. അങ്ങനൊരു വീഡിയോ കാണാനിടയായി ഗൈസ്. അപ്പോൾ അതിൻ്റെ താഴെ കുറേ ആൾക്കാർ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിലാണ് 24-ലെ അരുൺ വാർത്ത ഇങ്ങനെ വായിച്ചിരുന്നത്. അപ്പോൾ എന്താ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പറഞ്ഞു ഇതെങ്ങനെയാണ് ഇൻഫ്ലുവൻസർ ആവുക എന്നുള്ള രീതിയിൽ ചിന്നുപാപ്പുവിനെതിരെ വളരെ നെഗറ്റീവായ രീതിയിലാണ് ആളുകൾ ഇങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേസ്. അതായത് ആളുകളുടെ ഒരു പ്രശ്നമായിട്ട് വന്നു വെച്ചാൽ, ഡിവോഴ്സ്ഡായി ഒരുത്തി ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ താമസിക്കുന്നു. അതാണ് ആളുകളുടെ ഒരു പ്രശ്നം. ഇപ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്നു, എന്താണ് ഇങ്ങനൊരു പെണ്ണ് എന്നൊക്കെ. അപ്പോൾ ആളുകളുടെ പൊതുവെ മലയാളികളുടെ ഇടയിലുള്ള ഒരു സംഗതി തന്നെ, സദാചാരത്തിൻ്റെ ഒരു എലമെൻറ്റ് കൂടി വരുമ്പോൾ അവരുടെ മരണത്തിൻ്റെ ആ ഒരു ഷോക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിഷമം, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ കൂടെയുള്ള ഒരാൾ പോയല്ലോ എന്നുള്ള രീതിയിൽ നമ്മളൊരു മരവിപ്പിനെ കുറയ്ക്കുന്ന രീതിയിൽ സദാചാരം കുത്തിക്കയറ്റിയിട്ട് ആളുകൾ അവൾക്ക് അങ്ങനെ തന്നെ വേണം എന്നുള്ള രീതിയിൽ കമൻറ്റ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. എന്താ ചെയ്യൽ? ഇതാണ് മലയാളികളുടെ ഒരു അവസ്ഥ. സാക്ഷര കേരളം. ഒരു 4 വയസ്സുള്ളൊരു കൊച്ചിൻ്റെ ഭാവി ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ചിന്നുപാപ്പുവിൻ്റെ കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അച്ഛനും ഇല്ല ഇപ്പോൾ കൂടെ, അമ്മയില്ല, അമ്മ മരിച്ചുപോയി, അച്ഛൻ വേറെ തിരു കൂടെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം. എന്തായാലും ചിന്നുപാപ്പു ഇപ്പോൾ ഡിവോഴ്സ്ഡ് ആയിട്ട് ആ ചെങ്ങായിയുടെ കൂടെയായിരുന്നു താമസം. ആ ചെങ്ങായിയായിട്ട് കച്ചറ ഉണ്ടായി. ബോയ് ഫ്രണ്ടായിട്ട് കച്ചറ ഉണ്ടായി. അതിൻ്റെ പേരിൽ ചിന്നുപാപ്പു ആത്മഹത്യ ചെയ്തു എന്നതാണെങ്കിൽ, അതാണ് മരണകാരണമെങ്കിൽ, ഇപ്പോൾ പോലീസ് മണിക്കൂറുകളോളം ബോയ് ഫ്രണ്ടിനെ ചോദ്യം ചെയ്തു എന്നുള്ളൊരു സംഗതിയാണ്, ന്യൂസാണ് ഇപ്പോൾ പുറത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് കാരണമായിരിക്കും. ബോയ് ഫ്രണ്ടുമായിട്ടുള്ള കലഹം കാരണമാണ് ചിന്നുപാപ്പു ആത്മഹത്യ ചെയ്തത് എന്നാണ് കാരണമെങ്കിൽ. ഇപ്പോൾ അതിൽ പറയുന്നുണ്ട്, ബോയ് ഫ്രണ്ട് കുറേ വിളിച്ചു, കിട്ടിയില്ല, പിന്നെ പാഞ്ഞെത്തി വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ തുണിയിൽ കുരുക്കെട്ടിയിട്ട് ഇങ്ങനെ ഫാനിൽ തൂങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലുണ്ടായിരുന്നു. ആ ഫാന് അവിടുന്ന് പൊട്ടിമുട്ട് നിലത്ത് കിടക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഇതാണ് പറയുന്നത്. ആശുപത്രി വെച്ചപ്പോഴത്തേക്കും മരണം സ്ഥിരീകരിച്ചിരുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ഡിവോഴ്സ്ഡ് ആയ ഒരുത്തി ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ വാടക വീട്ടിൽ താമസിച്ചിരുന്നു. ബോയ് ഫ്രണ്ടായിട്ട് കച്ചറുണ്ടായി, എന്നിട്ട് ആത്മഹത്യ ചെയ്തു. ഇതിങ്ങനെയാണ് അതിൻ്റെ ഒരു നറേറ്റീവ് വിചാരിക്കുക ഗൈസ്. അപ്പോൾ ഞാൻ മലയാളികളുടെ ഒരു എനിക്ക് ആ ഒരു രീതിയിൽ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ആളുകൾക്ക് പലരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഡിവോഴ്സ്ഡ് ആയ ഒരുത്തി സഹിച്ച് ദുരിതം അനുഭവിച്ച് കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിക്കണമല്ലേ, ബോയ് ഫ്രണ്ടൊന്നും ഇല്ലാണ്ട് സിംഗിൾ പാരൻ്റ് ആയിട്ടില്ലേ, 4 വയസ്സുള്ളൊരു കൊച്ചിനെ നോക്കിയിട്ട്. ഇതാണോ മലയാളികൾ ആഗ്രഹിക്കുന്ന ഒരു സംഗതി എന്നുള്ളൊരു സംശയമുണ്ട് കേസ്. അപ്പോൾ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ അവിടെ താമസിക്കുന്നത്, ആ ബോയ് ഫ്രണ്ടായിട്ട് കച്ചറ ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കച്ചറയൊന്നും ഇല്ലാണ്ട് സമാധാനത്തോടെ ജീവിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, അർഹതയുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള എല്ലാവരും അത് അർഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ചിന്നുപാപ്പു ഇങ്ങനെ ഡിവോഴ്സ്ഡ് ആയി ഒരുത്തി ബോയ് ഫ്രണ്ടായിട്ട് നിരന്തരം കച്ചറാവുക എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് സമാധാനം ഉണ്ടാവുക? 4 വയസ്സുള്ളൊരു കൊച്ചിനെ നോക്കണ്ടേ? അതുമല്ല, ഇൻസ്റ്റഗ്രാമിൽ 2 ലക്ഷത്തിൽ കൂടുതൽ ഫോളോവേഴ്സുള്ള 54-54K എന്തോ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലുള്ള ഒരുത്തിയാണ് ചിന്നുപാപ്പു. വളരെ
തനതായ രീതിയിൽ വളരെ പ്രോമിസിങ് ആയ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക വളർന്നു വരുന്ന ഒരു സോഷ്യൽ മീഡിയ കണ്ടൻറ് ക്രിയേറ്ററാണ്. ഒരു അടിപൊളി കണ്ടൻറ് ക്രിയേറ്ററാണ്, സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയാണ് ചിന്നു പപ്പു. ഓക്കെ, അപ്പോൾ ഒരാൾ കൂട്ടിന് നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ. പക്ഷെ മലയാളികൾക്ക് പലപ്പോഴും എന്താ വെച്ചാൽ ഇത് വലിയ വിഷയമാണ്. പ്രത്യേകിച്ച് ഇതൊരു പെണ്ണാണെങ്കിൽ ആ പെണ്ണിനെ സ്ലട്ട് ഷെയിം ചെയ്യും. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഇവിടെ ചിന്നു പപ്പുവിൻ്റെ മരണത്തെക്കുറിച്ചിട്ടുള്ള വീഡിയോസ് യൂട്യൂബ് ചാനലുകളിൽ, ന്യൂസ് ചാനലുകളിലൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ ഇതാണ്: ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ താമസിക്കുന്ന ഒരുത്തി, എന്താണ് ഇവളുടെ സ്വഭാവം, അവൾ സുഖിച്ചു മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പൂജ ഷാജി എന്ന് പേരുള്ള വ്യക്തി കമൻറ്റ് ചെയ്ത് പറഞ്ഞതിൽ എന്താ ശരിക്കുള്ള ഫേക്ക് ഐഡിയ ആണ് ശരിക്കുള്ള ഐഡിയ ആണെന്നൊന്നും അറിയില്ല, എന്തായാലും അങ്ങനെ കമൻറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഈ ചിന്നു പാപ്പു എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായ രീതിയിൽ വീഡിയോസ് ചെയ്യുന്ന, കാണാൻ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ചെയ്യുന്ന വ്യക്തിയാണ് നമ്മുടെ ചിന്നു പാപ്പു. രേഷ്മ, അതാണ് ഒരു സ്വന്തം പേര് അല്ലേ, ശരിക്കുള്ള പേര്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള ഒരുത്തി എന്തിൻ്റെ പേരിലായാലും ഇനി മുതൽ വീഡിയോസായിട്ടോ അല്ലെങ്കിൽ അവരില്ല, സമൂഹത്തിലില്ല എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അത് വളരെ വളരെ പേടിപ്പെടുത്തുന്ന ഒന്നാണ്. ആ കൊച്ചിൻ്റെയൊക്കെ കാര്യം വെച്ച് നോക്കുന്ന സമയത്ത് മാത്രമല്ല, ചിരിച്ചും കളിച്ചിരുന്നായിരുന്ന ഒരു വ്യക്തി, അതാണോ പെണ്ണോ ഒന്നുമില്ല, ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചിരിച്ചും കളിച്ചുള്ള ഒരാളൊക്കെ വരുന്ന സമയം സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്ത വരുന്നത് ശരിക്കും ഇവർ ഹാപ്പിയാണോ, ഇവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ. അപ്പോൾ ചില വീഡിയോസ് കാണുമ്പോൾ ചിന്നു പപ്പു വളരെ എക്സൈറ്റഡ് ആയിട്ട് വളരെ ഹാപ്പിയായ രീതിയിൽ ഒരു വീഡിയോസ് കാണുമ്പോൾ എനർജി ലെവലിനൊക്കെ ഒരുപാട് അഡ്മയർ ചെയ്തിട്ടുണ്ട്. എന്താ എനർജി ലെവൽ കണ്ടില്ലേ എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ആക്ടിങ് ആയിരുന്നു ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ. 3 ദിവസത്തിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചിന്നു പപ്പു അവരുടെ സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കച്ചറ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അല്ലേ, കച്ചറ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ സമയത്തും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാനൊന്നും പറ്റില്ലല്ലോ അല്ലേ. എന്തായാലും ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥയിൽ വരുത്തി ആത്മഹത്യ ചെയ്ത് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നല്ല, പലരും പറഞ്ഞ് എന്തുകൊണ്ടാണ് ചിന്നു പപ്പുവിന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്, എന്ത് ഇൻഫ്ലുവൻസാണ് അവൾ ചെയ്യുന്നത്, ഡിവോഴ്സായിട്ട് ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ താമസിച്ചിട്ട് 4-ാം മാസം ആത്മഹത്യ ചെയ്ത കൊച്ചിനെയും കൂടി ഓർക്കാണ്ട് ആത്മഹത്യ ചെയ്ത് വരുത്തിയോ എന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ. പിന്നെ ഇതിൻ്റെ ഒരു വേറെ വിഷയം എന്താ വെച്ചാൽ, ഇപ്പോൾ പലരും പറയുന്നത് ഒരു കണ്ടൻറ് ക്രിയേറ്റർ മാത്രമാണ് ചിന്നു പപ്പു, അല്ലാണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ല. നിങ്ങൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ പട്ടം ചാർത്തി കൊടുക്കുകയാണ് ചെയ്യണത് ചാനലുകൾ, നിങ്ങളുടെ ചാനലുകൾ. അത് കണ്ടൻറ് ക്രിയേറ്റർ മാത്രമാണ്, ഇതെങ്ങനെ ഇൻഫ്ലുവൻസർ ആവുന്നത്, നിങ്ങളുടെ ഒരുത്തിനെ ഞങ്ങൾക്ക് ഇൻഫ്ലുവൻസറായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. വേറെ പല ആൾക്കാരും എന്താ വെച്ചാൽ തിന്നിട്ട് എല്ലുമ്മ കുത്തുന്നതായിട്ടുള്ള ഗൈഡാണ് പറഞ്ഞിട്ട് അങ്ങനെ വേറെ പലരും സ്ലട്ട് ഷെയിം ചെയ്യുന്നുണ്ട് ചിന്നു പപ്പുവിനെ. പലരും പറയുന്നത് വേറെ പലരും പറയുന്നത് ആ കുച്ചിനെ ഒന്ന് ആലോചിക്കണമായിരുന്നു. ബോയ് ഫ്രണ്ടായിട്ടുള്ള അത്തരത്തിലൊക്കെ എന്താ കാര്യമുള്ളത്, എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അതിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യല്ലേ ചെയ്യുക, അല്ലെങ്കിൽ അയാൾ ഒഴിവാക്കല്ലേ ചെയ്യുക, അങ്ങനെ ആത്മഹത്യ ചെയ്യണോ ചെയ്യുക. തീരെ പക്വതയില്ലാത്തൊരു തീരുമാനമായി പോയി അത് എന്നൊക്കെ ഉണ്ട്. വേറെ ചിലരിങ്ങനെ പറയുന്നുണ്ട് കൊച്ചേ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടൊരു വീഡിയോ ചെയ്താൽ പോരേ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുന്ന ടീംസുണ്ട്. നമ്മൾ മനുഷ്യൻ്റെ മനസ്സാണ് കേസ് ചെയ്ത് നമുക്ക് ചില സമയത്ത് കയ്യിൽ നിൽക്കാത്തൊരവസ്ഥ വരും. നമുക്ക് വളരെ രീതിയിൽ ഒറ്റപ്പെടലുണ്ടാകും. ചില ആൾക്കാരുടെ വാക്കുകൾ നമ്മളെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ വേറെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടായിരിക്കില്ല, അങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ടായിരിക്കും, ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഉള്ള കുറേ വിഷയങ്ങളുണ്ടായിരിക്കും, ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുകളൊക്കെ വളരെ ഹാപ്പിയാണെന്നൊന്നും വിചാരിക്കരുത് ഗൈസ്. ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനും ഉള്ള ഒരു സാധനമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനാണ്. അതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആൾക്കാർ കമൻറ്റ് ചെയ്യുക മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അഹങ്കാരി ചാട ആ രീതിയിലായിരിക്കും. ചില ആൾക്കാർ വെള്ളമടിച്ചിരിക്കുന്ന സമയത്തായിരിക്കും നമ്മളെ തെറി വിളിക്കണത്. ചില ആൾക്കാർക്ക് പോസിറ്റീവായ സാധനം ഇട്ടാൽ പോലും ഒരു നെഗറ്റീവായിട്ടുള്ള ഇതിൽ കമൻറ്റ് ചെയ്യും. അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേസ്. അതുമല്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്റ്റാറാണ് എന്നുള്ളതുകൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ നാട്ടുകാർക്കിടയിൽ ഫ്രണ്ട്സിനിടയിൽ നിന്നൊക്കെ പലപ്പോഴും അജ്ഞാതരായിരിക്കും എന്നുള്ള ആളുകൾ, അല്ലെങ്കിൽ അവർക്ക് അറിയുണ്ടാവില്ല ഇവർ മൈൻഡിൽ എന്താ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണമെന്ന്. അതായത് നമ്മൾ റിയൽ ലൈഫിൽ കാണുന്നതും ഒന്നാവണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പോൾ പല ആളുകളിലെ വീട്ടിലൊക്കെ ഞാൻ ചെറിയ കാര്യം പറയും. ഇപ്പോൾ അർജു എന്നുള്ള യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ തൊപ്പി എന്നുള്ള യൂട്യൂബ് ചാനൽ, തൊപ്പിനെ കുറിച്ച് വീട്ടുകാർക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെ എന്നുള്ള രീതിയിലൊക്കെ വിചാരിക്കുമ്പോൾ തൊപ്പി ജനഹൃദയങ്ങളിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരാളായിരുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ മനുഷ്യന്മാരുടെ അവസ്ഥ. അപ്പോൾ ചിന്നു പാപ്പു എന്ന് പറയുന്നത് അവരുടെ വീട്ടുകാർക്ക് അവളെക്കുറിച്ച് വലിയ ധാരണ ഇല്ലായിരിക്കും. അവർ വിചാരിക്കുന്നത് നേരത്തെ കൂട്ടി കല്യാണം കഴിഞ്ഞുള്ള ഒരുത്തി ഡിവോഴ്സാണ്, ചെക്കൻ ഇപ്പോൾ അത് വേറെ പെണ്ണിൻ്റെ കൂടെ, ഇവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ അവിടെ താമസിക്കുന്നു.
സോഷ്യൽ മീഡിയയിൽ ഇത്രയും വലിയ ഇതുണ്ട്. അപ്പോൾ അവളെന്തോ വീഡിയോസൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കണം. എങ്ങനെ ഇരിക്കും വീട്ടുകാർക്ക് അറിയുണ്ടാവുക. പക്ഷേ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ചിന്നു പാപ്പുവിനെ അറിയണത് വേറൊരു രീതിയിലും. അപ്പോൾ ഇതെല്ലാം കൂടിയും ചേർന്നിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവാണ് സമൂഹത്തിന് ചിന്നു പാപ്പുവിനെ കുറിച്ചുള്ള ഒരു സംഗതി ഉണ്ടായിരിക്കുക കേസ്. എന്തായാലും ചിന്നു പാപ്പു ഒരുപാട് സാധ്യതകളുള്ള, ഒരുപാട് കഴിവുകളുള്ള, ഒരുപാട് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തിട്ടുള്ള വ്യക്തിയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എന്നുള്ളതാണ് കേസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഒരു വൈബ് ഇനി നമുക്ക് ഇല്ല എന്നുള്ളത് വളരെ സങ്കടപ്പെടുത്തുന്ന, വളരെ നിരാശ തരുന്ന ഒരു സംഗതിയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കൊക്കെ ചില സമയത്തൊക്കെ നമുക്ക് ഡൗൺ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ചിന്നു പാപ്പുവിൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ വല്ലാത്തൊരു ഊർജ്ജം ഇങ്ങനെ കയറും. എന്താ ചെയ്യുക, പക്ഷേ ഇനി അങ്ങനെ ഒരാളില്ല. പിന്നെ ഇതിൽ പലരും പറയുന്ന ഒരു സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് കുറേ എന്താ പറയുക ഫെയിം കിട്ടിയിട്ട് അവരെന്തോ വലിയ സംഭവങ്ങളാണെന്നുള്ള ലെവലിൽ ഇരുന്നിട്ട് മറ്റാണ് മാറി താമസിക്കുകയൊക്കെ ചെയ്യുന്നത്. സുഖിച്ചു ജീവിക്കണം, സുഖിച്ചു മരിച്ചു ചിന്നു പാപ്പു എന്നൊക്കെയാണ് ചിലർ കമൻറ്റ് ചെയ്തിരുന്നത് കേസ്. എന്താ പറയുക, അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവർ വാടക വീട്ടിൽ താമസിക്കുന്നത്? ഇന്ന് ഇപ്പോൾ വീട്ടിൽ സൗകര്യമില്ലാത്തതുകൊണ്ട് വാടക വീട്ടിൽ വേണ്ടിയിട്ട് വീട്ടുകാരെ നമുക്ക് കുത്താൻ പറ്റില്ല, കുത്തി സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ ആവണമെന്നില്ല. അവർക്ക് അവരുടേതായ പ്രൈവസിയൊക്കെ അല്ലേ. പിന്നെ ഒരു സപ്പോർട്ടിന് ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആരും ആഗ്രഹിക്കാത്തത്. അതുകൊണ്ടൊക്കെയാണ് ചിലപ്പോൾ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നത്. പിന്നെ വേറെ കാര്യം നമുക്കറിയാവുന്നതാണ്, നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യമില്ല, വലിയ കാര്യം ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ ചില സാഹചര്യങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഒരു പക്ഷേ ഇങ്ങനെയാണെങ്കിലോ സാധാരണ ഒരു വീട്ടിൽ എന്താ ഡിവോഴ്സ്ഡായി ഒരുത്തി, അല്ലെങ്കിൽ കല്യാണം കഴിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ച് എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് പോന്നിട്ടുള്ള ഒരുത്തിനെ വീട്ടിൽ പട്ടിയുടെ വിലയും കൂടി ഉണ്ടാവില്ലായിരിക്കും പലർക്കും. അപ്പോൾ അവർ അങ്ങനെ മാറി താമസിച്ചായിരിക്കാം, പറയാൻ പറ്റില്ല. പക്ഷേ അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ആ വീട്ടുകാർ വളരെ സ്നേഹത്തോടു കൂടി ചിന്നു പാപ്പുവിനെ നോക്കിയിട്ടുണ്ടായിരിക്കും. അറിയില്ല, ജീവിതമല്ലേ, ചിലപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടായിരിക്കും, അറിയില്ല. അപ്പോൾ എന്തായാലും ചിന്നു പാപ്പുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ ഗൈസേ. നമുക്കതാണ് അങ്ങനെയാണ് പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കാനും സാധിക്കുള്ളൂ. എന്തായാലും വലിയ നഷ്ടമായി പോയി.